ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ജിൻഡപ്പനെ കുറിച്ചാണ്. മണ്ടനാണ് പൊട്ടനാണെന്ന് എല്ലാവരും പറയും. നമ്മൾ ആരും വില കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മൾ ആ വ്യക്തി അറിയാതെ ആ വ്യക്തി ഒരിക്കലും നമ്മൾ വില കുറച്ച് ഒരു വ്യക്തികളെ നമ്മൾ വില കുറച്ച് കാണും. അതിനൊരു പരിഹാരമാണ് ജിൻഡപ്പൻ വന്ന സമയത്ത് അദ്ദേഹത്തിനെ മണ്ടനെന്നും പൊട്ടനെന്നും മന്ദബുദ്ധിയെന്നും ഒരുപാട് പേര് അദ്ദേഹത്തെ വിളിച്ചു. ഇപ്പോഴോ അദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടോ? ഇപ്പം ടോപ്പിൽ ഒന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ടിങ്ങും എല്ലാം ഉള്ളത് ജിൻഡപ്പനാണ്. ജിൻഡപ്പനകത്ത് ഇപ്പം ഗെയിം കളിക്കുന്നതിൽ ജിൻഡപ്പൻ, ജാസ്മിൻ്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടമില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അതിൽ ഇപ്പം ഗെയിം കളിക്കുന്നത്. ജിൻഡപ്പൻ വേറെ ലെവലാണ്. ജിൻഡപ്പൻ വന്ന സമയത്ത് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. പിന്നെ ജിൻഡപ്പൻ അത് കണ്ടു. പിന്നെ ജിൻഡപ്പന് മറ്റുള്ള മത്സരം ജാസ്മിനാണെങ്കിലും ഗബ്രിയേൽ അവരൊക്കെ സിജോ ആണെങ്കിലും അവരൊക്കെ സംസാരിക്കുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ഇടയ്ക്കൊക്കെ കുറച്ച് കള്ളത്തരം പറയും. ഗെയിമിൻ്റെ ഭാഗമായിരിക്കും അദ്ദേഹത്തിൻ്റെ. പിന്നെ കുറച്ച് മണ്ടത്തരങ്ങൾ, അതും അദ്ദേഹം ഗെയിമിൻ്റെ ഭാഗമായിരിക്കും. അദ്ദേഹം മണ്ടനൊന്നുമല്ല, അദ്ദേഹത്തിനെ കാണും പറയും മണ്ടനൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരെ അറിയാതെ ഇപ്പം എല്ലാവരും പറഞ്ഞു ജിൻഡപ്പൻ മണ്ടനാണ് പൊട്ടനാണ്. പക്ഷെ അതിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മണ്ടനോ പൊട്ടനോ എന്തുമായിട്ടും അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഗെയിമാണത്. അല്ലാതെ അദ്ദേഹം മണ്ടനോ പൊട്ടനോ ഒന്നുമല്ല. അദ്ദേഹം നല്ല ബുദ്ധി ഇതാണ്. പുള്ളി ഗെയിം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡപ്പൻ. അപ്പോൾ ജിൻഡപ്പൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടോപ്പിൽ 5 വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡപ്പൻ. ചിലപ്പോൾ കപ്പടിച്ചാലും നമ്മൾ അതിശയപ്പെടാനില്ല. ജിൻഡപ്പൻ വളരെ നല്ല പ്ലെയറാണ്. ഇപ്പോൾ സാബു ആണെങ്കിലും നമ്മുടെ ശ്വേതയാണെങ്കിലും അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ലൈവ് ഞാൻ കണ്ടു. ജിൻഡപ്പൻ എന്ത് ഒരു ടാസ്ക് കൊടുത്താലും നല്ല ആത്മാർത്ഥമായിട്ട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡപ്പൻ. ജിൻഡപ്പൻ നല്ല രീതി. അപ്പോൾ സാബു പറയുന്നത് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ഒരാൾ ജിൻഡപ്പനാണ്. അപ്പോൾ സാബുമാനെ കുറിച്ച് കൊണ്ട് വരെ അത്രയ്ക്കും പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നല്ല കഴിവ് തന്നെയാണ്. ജിൻഡപ്പൻ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരെ പോലെ അനാവശ്യമായി വർത്തമാനം പറയാൻ എന്ന് വെച്ചാൽ അവർക്ക് ഓവറായിട്ട് നോറ സംസാരിക്കുന്നവരെ, ഗബ്രി സംസാരിക്കുന്നവരെ, ജാസ്മിൻ സംസാരിക്കുന്നവരെ എന്നും ജിൻഡപ്പൻ സംസാരിക്കാറിയത്തില്ല. ജിൻഡപ്പൻ്റെ രീതിയിൽ അത് പറയുമ്പോൾ ചിലപ്പോൾ പുള്ളി മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലായിരിക്കും പുറത്ത് വരുന്നത്. അത് അവർ അവിടെയുള്ളൊരു ഭയങ്കര ഈഗോ ആയിട്ടത് കൊണ്ട് എത്തിക്കും. അപ്പം ജിൻഡപ്പൻ നല്ലപോലെ കളിക്കട്ടെ. അപ്പോൾ ജിൻഡപ്പനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.